ഇത് കിച്ചൺ പവർ ന്യൂട്രൽ 1, കിച്ചൺ പവർ ന്യൂട്രൽ 2 അത് റിട്ടേൺ പോകുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ കിച്ചൺ പവർ ലൈൻ 1, ലൈൻ 2 ഇത് 0.2 മെഗോംസ് കണ്ടോ. ട്രാവലിൽ നിന്ന് അടുത്തെടുത്ത റീഡിങ് തന്നെയാണ് ഇവിടെയും കിട്ടുക. ഇൻഫിനിറ്റി റീഡിംഗ് ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സൈറ്റിലാണ്, ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന ഒരു സൈറ്റിലാണ്. വയറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ സ്വിച്ച് ബോർഡ് പിടിപ്പിക്കുക എന്നുള്ള പണി നടക്കുന്ന ഒരു സൈറ്റിലാണ്. അപ്പോൾ ഈ സൈറ്റിൽ ഒരു പ്രത്യേകത ഉണ്ട്. കൂടുതൽ ഇലക്ട്രിക്കൽ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യത്തിന് ലൈറ്റ് കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു വീടാണ്. നോർമലായിട്ടുള്ള ഒരു വയറിങ്, ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും അഡീഷണൽ ആയിട്ട് കൂടുതൽ ലൈറ്റുകളൊക്കെ നിലവിൽ ചെയ്യുന്ന രീതിയിൽ കൂടുതൽ ലൈറ്റുകളൊന്നും പിടിപ്പിക്കാതെ സാധാരണ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ലൈറ്റിങ് മാത്രം ചെയ്തുകൊണ്ടുള്ളൊരു വയറിങ് വീടാണ്. അപ്പോൾ അവിടുത്തെ സ്വിച്ച് ബോർഡ് പിടിപ്പിക്കലാണ് ഇന്നത്തെ കാര്യം. അതേപോലെ തന്നെ നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട സ്വിച്ച് ബോർഡുകൾ പിടിപ്പിക്കുന്നതിന് മുമ്പ് മെഗർ വാല്യൂസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള സംഭവമുണ്ട്. അതൊക്കെ ഇന്ന് കാണിക്കാൻ കരുതി വന്നത്. അപ്പോൾ വീട് എന്തായാലും ചെറുതായിട്ട് കാണിച്ചു തരാം. എ സിയുടെ പോയിന്റ് നമ്മൾ ഔട്ട് സൈഡിലാണ് ഇടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ പോയിന്റ്, ഇവിടെ നമ്മുടെ ബാത്റൂമിലേക്കുള്ള സ്വിച്ച്, ഹീറ്റർ അതിൻ്റെയൊക്കെ സ്വിച്ച്, ഇവിടെ നോർമലായിട്ടുള്ള ഒരു ബാത്റൂം, ഇവിടെ ഒരു ലൈറ്റ് പോയിന്റ്, അത്രയും സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് പോയിന്റ് ഉണ്ട്. ഇപ്പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിള്, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിള്, പിന്നെ നമ്മുടെ അവിടുത്തെ ബെഡ് സൈഡ് സ്വിച്ച്, പിന്നെ അപ്പുറത്തെ പോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂം സ്വിച്ച്, 2-വേ കൺട്രോളുണ്ട്. അവിടെ മേളിൽ 1, 2 ലൈറ്റ്, ഫാൻ. അപ്പുറത്ത് ഔട്ട് സൈഡിലേക്ക്, ഔട്ട്ഡോർ യൂണിറ്റിലേക്കാണ് എ സിയുടെ പവർ പോകണം. ചെറിയ സെറ്റപ്പിലുള്ളൊരു വീട് വയറിങ്ങാണ്. അപ്പോൾ കുറച്ച് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൂ. സീലിങ്ങൊക്കെ നമ്മുടെ വുഡൻ ഡിസൈനൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുക. മേളിലേക്ക് ടോപ്പ് സൈഡിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടർ തന്നെ. അവിടെ സ്പേസ് ഉണ്ട്, അവിടെയാണ് ഇൻവെർട്ടർ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു സംഭവം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കം. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് എങ്ങനെയാണ് മെഗർ വാല്യൂ വയറിങ് ചെയ്യുമ്പോൾ, സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ഇതാ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത് കിച്ചണിലാണ്. അപ്പോൾ കിച്ചൺ പവർ ന്യൂട്രൽ 1, ന്യൂട്രൽ 2. ഇത് ന്യൂട്രൽ 2 ഒരു ലൂപ്പ് അപ്പുറത്തേക്കുണ്ട് കേട്ടോ, അതുകൊണ്ടിട്ടാണ്. അതേപോലെ തന്നെ കിച്ചൺ പവർ ലൈൻ 1, ലൈൻ 2. ലൈൻ 1 ഇൻകവറാണ്, ലൈൻ 2 അപ്പുറത്തേക്ക് ഒരു ലൂപ്പ് ഉള്ളതുകൊണ്ടിട്ടാണ്. അതേപോലെ തന്നെ കിച്ചൺ എർത്ത് 1. ഇത് നമ്മുടെ സ്വിച്ച് ബോർഡാണ്. ഒരു 20 ആംപിയറും ഒരു 6 ആംപിയർ സോക്കറ്റുള്ള ഒരു ഫ്രിഡ്ജ് പോയിന്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും മ്യൂസിക് സിസ്റ്റം ചെറുത് വെക്കണമെന്നുണ്ടെങ്കിൽ കിച്ചൺ ആയതുകൊണ്ട് അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ മേളിൽ തന്നെ അത് വെക്കാൻ ചെയ്യാം. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ ഒരു 6 മോഡ്യൂൾ ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ 20 ആംപിയറിൻ്റെ സ്വിച്ച് സോക്കറ്റ് സെറ്റാണ്. പിന്നെ ഈ കേബിളിൻ്റെ മറ്റേ എൻഡ് നമുക്കൊന്ന് മെഗർ ചെയ്യണം. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കേബിള്, കണ്ട കേബിളിൻ്റെ എൻഡ് കണ്ടോ, അവിടെ നിന്ന് വന്നിട്ടുള്ള കേബിളിൻ്റെ ആണിത്. കിച്ചൺ പവർ ന്യൂട്രൽ 1, കിച്ചൺ പവർ ലൈൻ 1. ഇത് നമ്മൾ DB സെറ്റ് ചെയ്യുമ്പോൾ DBയിലേക്ക് കറക്റ്റായിട്ട് വരേണ്ടതാണ്. DB ഒന്ന് ക്ലീൻ ചെയ്ത് സംഭവം കായ് വന്നുകൾ കേട്ടോ. പെയിൻറ്റർമാരൊക്കെ പാടുന്നത് നല്ല വളമായിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല, സ്വിച്ച് ബോർഡെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് പോരുക. അപ്പോൾ ഇതിൻ്റെ മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് വന്നിട്ടുള്ള എർത്ത്, ഈ എർത്താണ്. ഈ 3 വയറുകളുടെ മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്യലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചാമാരെ, ആദ്യമായിട്ട് നമ്മൾ ഫേസിന് ന്യൂട്രൽ അക്രോസ് ആയിട്ടുള്ള മെഗർ വാല്യൂ ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണേ. നമുക്കൊന്ന് റെസ്റ്റ് അടിച്ച് നോക്കാം. നിലവിൽ സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. നമുക്കൊരു 500 വോൾട്ടിൽ സെറ്റ് ചെയ്ത് ഒരു 1 മിനിറ്റ് അടിക്കാം. ഇൻഫിനിറ്റി വാല്യൂ ആണ് കേട്ടോ. ജിഗാ ഓംസിൽ ഇൻഫിനിറ്റി വാല്യൂ ആണ്. കറക്റ്റായിട്ട് കാണാം. ഓക്കെ, ഇൻഫിനിറ്റീവ് ആണ്. മെഗർ വാല്യൂ വളരെ ഹൈ ആണ്. നമുക്ക് ഇതുകൊണ്ട് മെജർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും അളവ് കൂടുതലാണ്. ഓക്കെ, 500 വോൾട്ടിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് മെഗർ വാല്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
ഇതുണ്ടോ 0.211 മെഗാ ഓം. അതായത് നമ്മളൊരു ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മെഗർ വാല്യൂ ഡൗൺ ആയ കാണണം. 230 വോൾട്ടിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ മെഗർ വാല്യൂ ഡൗൺ ആയി. അതാണ് നമ്മളൊരു ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററിലൊരു സ്വിച്ചാണ് നമ്മൾ ഓൺ ചെയ്തത്. അപ്പോൾ അവിടെ മെഗർ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ 0.209. അപ്പോൾ ഇതാണ് നമ്മളൊരു ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എർത്തും ഫേസും തമ്മിലുള്ള മെഗർ വാല്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. ഫേസും എർത്തും തമ്മിൽ നമ്മൾ 500 വോൾട്ടിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. 1 മിനിറ്റ്. ഇൻഫിനിറ്റി റീഡിംഗ് ആണ്. ഓക്കെ, പക്കയാണ്, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ അത് സ്വിച്ച് ഓൺ ചെയ്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എർത്തുമായിട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്ക് ന്യൂട്രലും എർത്തും തമ്മിലുള്ള നോക്കാം. ഇപ്പോൾ നമ്മൾ ന്യൂട്രലും എർത്തും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അടിച്ചു നോക്കാം. ഇൻഫിനിറ്റീവായിട്ടുള്ള റീഡിങ്ങാണ്, ഒന്നുമില്ല. ഓക്കെ, പെർഫെക്റ്റാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെഗർ വാല്യൂ നോക്കാം. 500 വോൾട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടൈം നമ്മൾ 1 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നു. ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇൻഫിനിറ്റി റീഡിംഗ് ആണ് വരുന്നത്. നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 516 വോൾട്ടാണ് നിലവിൽ ലൈനിലേക്ക് കൊടുത്തിട്ടുള്ളത്. റീഡിങ് ഇൻഫിനിറ്റീവ് ആയിരിക്കുള്ളൂ. കാരണം ഇപ്പോൾ നമ്മളൊരു ഒന്നും അതിനകത്ത് കണക്റ്റഡ് അല്ല. കേബിൾ പുതിയ കേബിളാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല വാല്യൂ കിട്ടുകയും ചെയ്യും. ഇനി ഇതേ കണ്ടീഷനിൽ തന്നെ നമ്മൾ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ടാവും. സ്വിച്ച് ഓൺ ചെയ്തിട്ടെടുക്കുമ്പോൾ ആ ഇൻഡിക്കേറ്റർ കണക്റ്റഡ് ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം അതിൻ്റെ അകത്ത് വരും. പക്ഷേ അത് 500 വോൾട്ടിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 250 വോൾട്ടിൽ അടിക്കേണ്ടി വരും. 500 വോൾട്ടിൽ അടിക്കുമ്പോൾ LED ബൾബിൽ അതിൻ്റെ ഒരു വാല്യൂ വ്യത്യാസം ഇച്ചിരി കാണിക്കും. ഒന്നെങ്കിൽ ഇവിടെ എറർ കാണിക്കും, അല്ലെങ്കിൽ ആ 250 വോൾട്ടിലിട്ട് അടിച്ചാലേ ചിലപ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. ഇൻഫിനിറ്റീവായിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്ത് ഓരോ സ്വിച്ച് ബോർഡ് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്വിച്ച് ബോർഡ് അടക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം സ്വിച്ച് ബോർഡ് അടക്കാൻ. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വിച്ച് ബോർഡെല്ലാം അടക്കും. സ്വിച്ച് ബോർഡെല്ലാം അടച്ചതിന് ശേഷം ഈ വാല്യൂ തന്നെ ഒന്ന് കൃത്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ എന്തെങ്കിലും കുറവ് കാര്യങ്ങളുണ്ടെങ്കിൽ സ്ക്രൂ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും പ്രശ്നം വരാം. അപ്പോൾ നിലവിൽ നമ്മളൊരു ലൈൻ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പവർ സോക്കറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് നിങ്ങൾ കണ്ടല്ല വീഡിയോയിൽ. ഒന്നിൽ നമുക്ക് ഇൻഫിനിറ്റി റീഡിങ് കിട്ടി. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തതുകൊണ്ട് അതിൽ 0.2 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് വന്നു. നിലവിൽ പല കമ്പനികളിലെ ഇൻഡിക്കേറ്ററിലും അതിൻ്റെ വാല്യൂസ് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ഗോൾഡ് മെഡൽ എന്ന കമ്പനിയുടെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 0.2 വന്നിട്ടുള്ളത്. ചില കമ്പനികളിൽ 0.4 വരും. സംതിങ് മെഗാ ഓംസിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററുകൾ കണക്ട് ചെയ്യാണ്ട് തന്നെ മെഗർ വാല്യൂസ് എടുക്കുക. അതേപോലെ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാനുള്ള സ്വിച്ചിന് കൃത്യമായിട്ട് അത് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് മെഗർ വാല്യൂ എടുക്കുക. സ്വിച്ച് ബോർഡ് അടക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് തന്നെ മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്തിട്ട് സ്വിച്ച് ബോർഡ് അടക്കുന്നതിന് മുന്നേ തന്നെ മെഗർ വാല്യൂ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ എല്ലാ വാല്യൂസും ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അപ്പം തന്നെ DBയിൽ ആ വയറിൽ ഒരു സ്ലിപ്പ് അടിച്ച് നോട്ട് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ DB ഡ്രസ് ചെയ്യുമ്പോൾ വയറിങ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ടോട്ടൽ എത്ര വാല്യൂ ഉണ്ട്. ഓരോ വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസ് എത്രയാണെന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഫൈനലായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഫേസ് ന്യൂട്രൽ കണക്ഷൻ തന്നെ നമ്മൾ കൃത്യമായിട്ട് മെക്കോയിലേക്ക് കണക്ട് ചെയ്യണം. മെക്കോയിലേക്ക് കണക്ട് ചെയ്ത് റീഡിംഗ് എടുത്ത് നോക്കുമ്പോൾ ഇൻഫിനിറ്റി റീഡിങ് തന്നെയാണിത്. കണ്ടോ, മെഗർ വാല്യൂ ഹൈ മെഗർ വാല്യൂ. പക്ഷെ ഇവിടെ 0 എന്നേ കാണിക്കുള്ളൂ. 0 ജിഗോൺ ലെവലിൽ കാണിക്കും. ഇവിടെ
കണ്ട മെഗാവും വാല്യൂവിൽ കാണിക്കും. ഇൻഫിനിറ്റി ആണ് ഇത്. 1 അല്ല കേട്ടോ, 1 ആകുമ്പോൾ ഇവിടെ വരും. 1 അല്ല, ഇൻഫിനിറ്റി വാല്യൂ. നമുക്ക് ഈ 3 സ്വിച്ചുകളൊന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററുകൾ കണക്റ്റഡ് ആവും. ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്ററുകൾ കണക്റ്റഡ് ആണ്, സ്വിച്ച് ഓൺ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഫേസിൻ്റെ ന്യൂട്രലിനും അക്രോസ് ആയിട്ടുള്ള വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. 0.1 മെഗോ കണ്ടോ, 0.1 മെഗോമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്വിച്ച് മാത്രം ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് 0.2 മെഗോംസ്. കണ്ടോ, ട്രാവൽ നേരത്തെ എടുത്ത റീഡിങ് തന്നെയാണ് ഇവിടെയും കിട്ടുക. ഇത് കിച്ചണിലെ ഇൻവെർട്ടർ ഫേസ് ലൈനാണ്. ഇത് അതേപോലെ തന്നെ കിച്ചൺ ഇൻവെർട്ടർ ന്യൂട്രൽ ലൈനാണ്. സ്വിച്ച് ബോർഡ് നമുക്ക് 2 രീതിയിൽ സെറ്റ് ചെയ്യാം. നമ്മൾ 2 രീതിയിലൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും ഇത് അഴിക്കാൻ ബുദ്ധിമുട്ടാണ്, സ്വിച്ച് അഴിച്ച് മാറ്റി സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് നോക്കി തന്നെ നമ്മൾ മാറ്റി ചെയ്യുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഇത്തിരി സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം അഴിച്ച് രണ്ടാമത് ഊരി സ്വിച്ച് ഇടേണ്ടി വരും. മറ്റേതാകുമ്പോൾ ഓരോന്ന് അഴിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ അത് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ വയറിങ്ങനെ ജമ്പ് ചെയ്ത് നിൽക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എത്രയാണ് എളുപ്പം ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, 2 രീതിയിൽ ചെയ്യുന്നതിനോടും തെറ്റൊന്നുമില്ല കേട്ടോ. എങ്ങനെ ചെയ്താലും മറ്റേ രീതിയിൽ ചെയ്താലും തെറ്റൊന്നുമില്ല, രണ്ടും കണക്ക് തന്നെയാണ്. ഓക്കെ, പല മച്ചാന്മാരും ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ പലപ്പോഴും റീഡിങ് 0 സംതിങ്ങേ കാണിക്കുന്നുള്ളൂ, അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നമാണോ? അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഇന്നത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ടോട്ടൽ റീഡിങ് എടുക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ സംശയത്തിന് കൃത്യമായിട്ട് മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.